നമുക്ക് നോക്കാല്ലേ. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന. ഇന്നലെ ഇവിടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു. അത് കണ്ണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. എങ്ങനെ? UDF സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. എന്തടാ കളിക്കേ? എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലോ. ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന് മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? സന്തോഷായി, നല്ല സന്തോഷായി. പൂർവ്വകാല ബന്ധുവില്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും? ചായപ്പിടിയൊക്കെ എഴുതല്ലോ. ചായക്കട നടത്തിയിട്ടുണ്ടോ? ഓഫീസിൽ ആര് വന്നാലും ഇരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ് അനന്തൻ സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങ്. ഇവന് ഞാൻ എന്താ ചെയ്യാ? സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് EP ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാം. ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ്. അവരൊരു ആദർശത്തിന്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ഞാൻ ആരോപണം? പറഞ്ഞു തീരട്ടെ. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിട്ട്. മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? സത്യത്തിൽ അതുതന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും അതൊരു കോൺസ്പിരസിയാണ്. പിന്നെ നേരത്തെ ഒപ്പുന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അപ്പൊ നമുക്ക് നോക്കാല്ലേ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ശ്രീജിത്ത് പണിക്കർക്കില്ലാത്ത ഇമ്മ്യൂണിറ്റി ദയവേത് ശ്രീ ജയശങ്കറിന് കൊടുക്കരുത്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് എടുത്തൊരു സമീപനമുണ്ട്, അത് ശരിയായ സമീപനം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും. അത് ശരിയല്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. കൃത്യമായി വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ഇയാളാര് സുപ്രീം കോടതി ജഡ്ജിയോ? നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. വരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടിരുത്തുകയും അദ്ദേഹത്തിന്റെ നാവിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. എനിക്കിത് പറയാൻ മുമ്പ് ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. PT തോമസ് അല്ല, അദ്ദേഹത്തിന്റെ നേരെ കൈ ചൂണ്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. ഇനി നിൽക്കേണ്ട വലിയ ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, PT തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടതാണല്ലോ. അത് പറയാനായിട്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ള, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് ഞാൻ ആരെയും പേടിക്കേണ്ട. ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എന്റെ അധികാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലല്ല, അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കാല്ലേ. നാണക്കേടായി പോയി. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? രാഷ്ട്രീയ പ്രതികാരമെന്ന വാദത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി എന്താണ്? എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് ഈ ഡിബേറ്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് പോയിന്റുകളുണ്ട്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫിറോസ് ഉന്നയിച്ച ഓരോ വാദങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. പക്ഷേ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. CPIMന്റെ പ്രതിനിധി നിലയിൽ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. എങ്ങനെ? CPIMന്റെ പ്രതിനിധി നിലയിൽ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഡിബേറ്റ് പോകുന്നത്. അതുകൊണ്ട് വെരി സോറി ടു സേ, ഞങ്ങൾ ഈ ഡിബേറ്റ് വിഡ്രോ ചെയ്യാണ്. എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. എന്താണ് കാരണം? ഇവിടെ ഉണ്ടാക്കിയ പാനൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന പാനലല്ല. ഞങ്ങളുടെ പ്രതി തന്നെ അറിയിച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചർച്ച ചെയ്യും. അത് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ CPIM പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ്. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട.
അടിക്കാൻ കണ്ണിയാ സങ്കടത്തോട് ഞാൻ പറയാം, ഞങ്ങൾ ഡിബേറ്റ് നിന്ന് മാറുകയാണ്. അത് ഒരു തരത്തിലുമുള്ള നിങ്ങളുടെ ചാനലിനോടുള്ള വെല്ലുവിളിയോ മറ്റുമല്ല. ഞങ്ങൾ ഡിബേറ്റിൽ തുടരാൻ താല്പര്യം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അപ്പോൾ ഈ പാനൽ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്നാണോ ശ്രീ ഷംസീർ? നിർഭാഗ്യകരമാണ്. ജയശങ്കർ എന്തായാലും ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിർത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാൽ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധി വേണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ചർച്ചയിലും ഒരു പാനലും ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കണം. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ജയിക്കിന്റെ പാർട്ടി ബംഗാളിൽ 0 മാറിയപ്പോൾ അവിടെ ഒരു 3-4% വോട്ടിലേക്ക് അവരെ പാർട്ടി ചുരുങ്ങിയപ്പോ എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും കാലം CPM-നൊപ്പം നിന്നിരുന്ന ബംഗാളിലെ പൊതുസമൂഹവും CPM പാർട്ടി അംഗങ്ങളും CPM നേതാക്കളും ചേക്കേറിയത് BJP-യിലേക്കാണ്. എന്താടാ നിനക്ക് വിശ്വാസമായില്ലേ? ആളെ കൊതിപ്പിക്കല്ലേ? സത്യമായിട്ടും അതേടാ. വലിയൊരു വിഭാഗം ചേക്കേറിയത് കുറെ പുറത്ത് തൃണമൂലിലേക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ പാർട്ടി എവിടെ പോയി? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇത് ഇത്രയും കാലം ബംഗാൾ ഉണ്ടായിരുന്ന പാർട്ടി എവിടെ പോയി എന്ന് ജയിക്ക് മറുപടി പറയണം. ത്രിപുരയിൽ നിങ്ങളുടെ MLA-മാരടക്കമുള്ളവർ, നിങ്ങളുടെ നിരവധി ജനപ്രതിനിധികൾ BJP-യിലേക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത്. എങ്കിൽ എന്നാ ഈ നാട് നന്നായി പോയനെ. നമുക്കിട്ടൊരു ഭാരം. ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് ഭാരം പണിഞ്ഞത്. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. നിങ്ങളുടെ നിലവിൽ കേരളത്തിലുള്ള മുൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഒക്കെ BJP-യുമായി ചർച്ചയിൽ തന്നെയാണ്. എന്നെ സംശയിക്കരുത്. ഈ മീശ വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് ഇനി അത് വളരും. തലേ ദിവസം വരെ KM മാണിയെ കോഴമാണി എന്ന് വിളിച്ചിരുന്നവര് ആ കോഴമാണിയുടെ പാർട്ടി എടുത്ത് മുന്നണിയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. BJP-യിലേക്ക് വരുമ്പോ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് അപഖ്യാതി പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? അപ്പൊ നമുക്ക് നോക്കാല്ലേ? സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാൾ അറിയട്ടെ, അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ. ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ട. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഇത് നിർത്തേണ്ടിയിരിക്കുന്നത്. എന്നെ ഒരു പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയുണ്ടായി. ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി കുറച്ചു ദിവസം ഞാൻ ശ്രദ്ധിക്കണം. താന്തി ഒളിച്ചു കളിക്കണത് കണ്ടേ. ഇനി ഞാനെണ്ണം, നീ ഒളിച്ചോ. 1 2 3 4 5 6 7 പാവം മെന്റൽ ഡിസ്യൂസ് പറയുകയുണ്ടായി. ഇല്ല, ആ അധിക്ഷേപം ഉള്ളതാണ്. ആ സംഗതി കറങ്ങി തിരിഞ്ഞിപ്പോ എന്റെ തലയിലായി. പോലീസ് എന്നെ തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ പച്ചവെള്ളം കഴിച്ചിട്ട് 3 ദിവസമായി. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. ഒന്നി ഉണ്ടെന്ന് പറ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറ. പറഞ്ഞത് കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ആ കൊച്ചു പിടിക്കുക. പെൺകൊച്ചുകളായാലും നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ, ഒരു ദൈവം ജീവിച്ചിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം. ആ മനുഷ്യനെതിരെ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം നിലയിലെത്തിച്ചേ. അന്ന് നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങി അദ്ദേഹം. ഉളുപ്പുണ്ട് മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് അന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം. തോൽക്കുമെന്നായപ്പോൾ പുതിയ കഥകൾ മെനഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ്. ഇതൊന്നും ഈ കേരളത്തിൽ വിലപ്പോകുകയില്ല. കൂടുതൽ എന്നെ നാറ്റിക്കാൻ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.